നമസ്കാരം. എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. ഇന്നലെ പുറത്തായ എക്സിറ്റ് പോളുകളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ് ഇന്ന് നമ്മൾ എല്ലാ ഇടത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും എഡിറ്റോറിയലിലും അതുതന്നെയാണ്. ഇന്നലെ വളരെ അപ്രതീക്ഷിതം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ പലരുടെയും അവകാശവാദങ്ങളെ പൊളിക്കുന്ന തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങളിൽ, കേരളം പോലുള്ള, തമിഴ്നാട് പോലുള്ള, ബംഗാൾ പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ വലിയ അതിശയോക്തി തോന്നുന്ന തരത്തിലുള്ള ഫലങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. RP, ഈ കേരളത്തിൽ നിന്ന് തുടങ്ങിയാൽ വലിയ ഒരു സ്ഫോടനാത്മകമായ ഫലങ്ങൾ പല ഏജൻസികളും പ്രവചിച്ചിട്ടുണ്ട്. LDFന് 0 സീറ്റ് വരെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകളിൽ എന്താണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ? കുമാർ നേരത്തെ പറഞ്ഞ ഇതിനകത്ത് അതിശയോക്തി എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിശയോക്തി ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ബ്രോഡ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ LDFന് 1 സീറ്റ് പോലും കിട്ടാത്ത ഒരു സിനേറിയോ പറയുന്ന എക്സിറ്റ് പോളുകളുണ്ട്. LDFന് 1-2 സീറ്റുകൾ അല്ലെങ്കിൽ 3-4 സീറ്റുകളൊക്കെ പറയുന്നുണ്ട്. BJPക്ക് 3 സീറ്റ്, 5 സീറ്റ് വരെ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും ഇന്നലെ നമ്മൾ കണ്ടതിലുണ്ട്. അപ്പോൾ ഒരു ബ്രോഡർ സെൻസിൽ അത് എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൂചനകളെക്കുറിച്ച് മാത്രമേ നമുക്കിപ്പോൾ സംസാരിക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സൂചനകളനുസരിച്ച് എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഒരു ശക്തമായ പിണറായി വിരുദ്ധ, ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മുമ്പ് ഇല്ലായിരുന്നോ, അതിനുശേഷം എന്ത് വലിയ മാറ്റമാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. കാരണം കഴിഞ്ഞ ഇലക്ഷനും ഉണ്ടായിരുന്നു. ഒരു വിശ്വാസയോഗ്യമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ അഭാവം കൊണ്ടും മറ്റു പല ഫാക്ടേഴ്സ് കൊണ്ടുമാണ് പിണറായിക്ക് ഒരു ഭരണ തുടർച്ച കിട്ടിയത്. പക്ഷേ അത് ഒരു തകർന്നടിയാൻ പോകുന്ന ഒന്നിൻ്റെ മുന്നോടിയായിട്ട് ലഭിച്ച അവസാനത്തെ ഒരു വിജയമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ആദ്യ സൂചനയാണ് ഇത്. ഈ പരിപ്പ് ഇവിടെ വേവില്ല. BJP എന്തോ തൊട്ടുകൂടാൻ പറ്റാത്ത പാർട്ടിയാണ്. കേരളത്തിൽ ഒരിക്കലും ഈ പാർട്ടിയുടെ രാഷ്ട്രീയം ഇവിടെ ഒരു തരത്തിലും ജനങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ വലിയ വീരവാദം പറഞ്ഞവർക്കൊക്കെ വലിയ ഞെട്ടലാണ് ഈ ഇലക്ഷനിൽ ഉണ്ടായിരിക്കുന്നത്. മറുവശത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൻ്റെ പാത പിന്തുടർന്ന് ഇടതുപക്ഷം കേരള രാഷ്ട്രീയത്തിൽ സമീപ ഭാവിയിൽ തന്നെ അപ്രസക്തരാകുന്നതിൻ്റെ ഒരു ആദ്യ സൂചനയല്ല, ഒരുപക്ഷെ അവസാനത്തെ സൂചന കൂടിയാണ് ഇത്. ഈ കഴിഞ്ഞ തുടർഭരണം ലഭിച്ചപ്പോൾ പലരും ഒരു കാര്യം പറഞ്ഞിരുന്നു. തുടർഭരണം LDFന് ലഭിക്കുന്നത് നല്ലതാണ്, കാരണം അത് ആ പാർട്ടിയെയും മുന്നണിയെയും നശിപ്പിച്ചോളും എന്നൊരു വാദഗതി ഉണ്ടായിരുന്നു. അത് ശരിയായി വരികയാണോ? കാരണം ഈ അഴിമതി ആരോപണങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേയും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഈ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ വിലയിരുത്തലുകൾക്ക് ഒപ്പം നിൽക്കുന്നതാണോ? അല്ല, ഇത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ ഭരണ തുടർച്ച കിട്ടിയപ്പോൾ അതിൻ്റെ മുമ്പുള്ള ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ശബരിമല പോലെയുള്ള വിഷയങ്ങളിൽ ശക്തമായ തിരിച്ചടി നേരിട്ട മുന്നണിയാണ് ഇടതുമുന്നണി. അപ്പോൾ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജനങ്ങളുടെ ഒരു വികാരം മനസ്സിലാക്കി വലിയൊരു തിരുത്തൽ ഈ രണ്ടാം പിണറായി സർക്കാർ ചെയ്യേണ്ടതായിരുന്നു. അവരത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അഴിമതിയുടെ കാര്യത്തിലും കെടുകാര്യസ്ഥതയുടെ കാര്യത്തിലും മുമ്പെങ്ങുമില്ലാത്ത വിധം ജനങ്ങളെ രോഷാകുലരാക്കുന്ന പല നടപടികളാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ വിഷമം, അതിൻ്റെ ഒരു വികാരം സാധാരണക്കാരിൽ മാത്രമല്ല, ഈവൻ CPMൻ്റെ ഇടതുമുന്നണിയുടെ പ്രവർത്തകർക്കിടയിലും സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇതിനപ്പുറം ഒരു വലിയ തോതിലുള്ള പ്രീണനം, അത് എപ്പോഴും ഇവർക്കൊരു വലിയ തിരിച്ചടിയാകുമെന്ന് ഇപ്പോഴും CPM പഠിക്കാത്ത ഒരു കാര്യമാണ്. വലിയ തോതിലുള്ള പ്രീണനം. ഇപ്പോൾ നമ്മൾ വടകരയിലെ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ CPMന് ലഭിക്കുന്ന ഒരു ഷോക്ക് അത് വളരെ കൃത്യമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ആൾക്കാരെ ഇത് നമുക്ക് എങ്ങനെ തിരിച്ചടിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അവർക്ക് വടകരയിൽ ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇവർ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നതാണ് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ CPMനുള്ളിൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയാറുണ്ട്, ജിഹാദി ലെഫ്റ്റ് ക്യാമ്പയിൻ ഒരു കോമ്പിനേഷനുണ്ട്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ CPM എന്ന പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ
അതിൻ്റെ ഫലം കൂടിയാണ് ഇവർ അനുഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറുവശത്ത് അഴിമതി പോലെയുള്ള മറ്റു കാര്യങ്ങൾ വേറെയും. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കഴിഞ്ഞ തവണത്തെ ഒരു സിനാരിയോ ഉണ്ടല്ലോ, അതായത് 19 സീറ്റ് UDF, അതിൽ നിന്നും 2-3 സീറ്റ് കുറയുന്നുണ്ട് എങ്കിലും കേരളത്തിൽ UDF സീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അപ്രമാദിത്വം നിലനിർത്തുകയാണ്. UDFനെ എപ്പോഴും നേരിട്ട് തന്നെ UDFനോട് പൊരുതിയിട്ടുള്ള LDF തകർന്നു വീഴുകയാണ്. പകരം അവിടെ BJP റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. സിജു, ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആർക്കൊക്കെയാണ് നഷ്ടമുണ്ടാവുക? ഈ LDFനും UDFനും നിൽക്കുന്ന ഘടകകക്ഷികൾ വഴിമാറി ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായും ഘടകകക്ഷികൾക്ക് അധികാരമാണ് ലക്ഷ്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആരാണോ കൂടുതൽ അധികാരത്തിലേക്ക് എത്തുക അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം. കാരണം അവരുടെ പൊളിറ്റിക്സ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അധികാരം ഉണ്ടാവണം. അതിനോട് ചേർന്ന് നിൽക്കുക എന്നാണ് അവരുടെ നയം. അങ്ങനെയാണ് നാം ഇന്നലെ കണ്ടത്. എന്താണ് ഇപ്പോൾ RP സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം, തീർച്ചയായിട്ടും അത് പിണറായി വിരുദ്ധ വികാരം എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാനാവും. പിണറായി വിരുദ്ധ വികാരം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ശക്തമായ സൂചനയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, ഒരു BJP ഉയർത്തുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അംഗീകാരം കൂടിയാണ്. എന്താണ് ഈ പ്രീണനത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോൺഗ്രസ് നൽകുന്ന പ്രീണന രാഷ്ട്രീയമാണോ, അതോ എല്ലാവരെയും ഒരുപോലെ കാണുന്ന രാഷ്ട്രീയമാണോ എന്നുള്ളതിന്റെ എപ്പോഴും പറയാറുണ്ട്, ഈ ന്യൂനപക്ഷങ്ങളാണ് അവരെ കെയർ ചെയ്യണം, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള രീതിയിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നവരെ സാന്ത്വനിപ്പിക്കുന്ന ഒരു പ്രതീതിയാണ് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പൊതുവെ കോൺഗ്രസ് നൽകുന്നത്. ആ രാഷ്ട്രീയത്തിൽ ഉപരിയായിട്ട് അതിന് വേറൊരു അങ്ങനെയല്ല വേണ്ടത്. ഏതാണ് എല്ലാവരെയും ഒരുപോലെ കാണുകയും എല്ലാവർക്കും അവകാശങ്ങൾ, ഈ രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ വ്യക്തികളുടെയും ഒക്കെ സ്വാതന്ത്ര്യത്തെയും വിഭവങ്ങളെയും ഒക്കെ ഒരേപോലെ അനുഭവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ആ സ്വാതന്ത്ര്യം കൊടുക്കലാണ് ഒരു പരമാധികാര റിപ്പബ്ലിക്കിന്റെ ഏറ്റവും പരമമായ ചുമതല എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ള ഒരു സൂചന നൽകുന്ന BJPയുടെ മതേതരത്വ രാഷ്ട്രീയത്തിന് നൽകുന്ന അംഗീകാരം കൂടിയാണ്. ഇപ്പം പഴയതുപോലെ തന്നെ ഇവര് മതം പറയുന്നു, വർഗീയത പറയുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളൊന്നും ഇനി എനിക്ക് തോന്നുന്നു അത്രമാത്രം ഒന്നും വിലപ്പോവില്ല. അതിൻ്റെയൊക്കെ മുനയൊടിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ട് BJPയുടെ പറയുന്ന ചില രാഷ്ട്രീയങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതിന്റെ സൂചന കൂടിയാണ് നൽകുന്നത് എന്ന് തോന്നുന്നു. സിജു, ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, വളരെ പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കേണ്ട കാലം ഭയങ്കര ഇരട്ടത്താപ്പല്ലേ നടക്കുന്നത്. ഒരു വശത്ത് മതേതരം, ജനാധിപത്യം, മറ്റൊന്നും സമത്വം എന്നൊക്കെ പറയുകയും, മറുവശത്ത് പച്ചയായ വർഗീയത, പ്രീണനത്തിൻ്റെ കാര്യത്തിലും ഭരണത്തിൻ്റെ കാര്യത്തിലും ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള വെൽഫെയർ സ്കീമിൻ്റെ കാര്യത്തിൽ പോലും മതത്തെ ഇടപെടുത്തിയിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക അവകാശം. ന്യൂനപക്ഷങ്ങൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷം ആരാണ് എന്നുള്ള ചോദ്യം പോലും ഉണ്ട്. ചിലരൊക്കെ ഇപ്പോൾ പറയുന്നത് ഭൂരിപക്ഷവും രണ്ടാമത്തെ വലിയ ഭൂരിപക്ഷവും എന്ന നിലയിൽ പോലും അങ്ങനെയുള്ളവർക്ക് പോലും മതന്യൂനപക്ഷം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ന്യൂനപക്ഷമായിരിക്കണം. അതൊക്കെ പോട്ടെ, അത് വേറൊരു വിഷയമാണ്. പക്ഷേ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരവസ്ഥയിൽ നിന്ന് ചിലർക്ക് വേണ്ടി മാത്രം എന്ന് സംസാരിക്കുന്ന രീതിയിലേക്ക്, അത് ഇടതുപക്ഷവും വലതുപക്ഷവും, ഈ UDF എന്ന് പറയുന്ന വലതുപക്ഷ മുന്നണിയും ഇക്കാര്യത്തിൽ മത്സരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മതവും രാഷ്ട്രീയവും പരസ്പരം ഇടപെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു വശത്ത് മതവും രാഷ്ട്രീയവും പരസ്പരം ഇടപെടുക മാത്രമല്ല, രാഷ്ട്രീയത്തിൽ പൊതിഞ്ഞ മതമാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് മറുവശത്ത് ആരും അത് സംസാരിക്കരുതെന്ന് പറയുക. ഈ ഇരട്ടത്താപ്പാണ് അവസാനിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ 2024 സംഭവിക്കില്ലായിരിക്കാം, പക്ഷേ വരും വർഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചന തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് അധികകാലം ഈ ഇരട്ടത്താപ്പും ഈ കള്ളത്തരവും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവർക്കും, ഒരാളൊരു ഹിന്ദുവാണ്, അയാൾ ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, പക്ഷെ അയാൾക്ക് പോലും ആ ഹിന്ദു ബോധം ഉണ്ടാകുന്നുണ്ട്. കാരണം മറ്റുള്ളവരെല്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുകയും ഞാൻ മാത്രം രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുകയും ചെയ്യുന്നത് എന്തിന് എന്ന ചോദ്യം
എൻ്റെ ഉള്ളിൽ വന്ന അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം പരിസ്ഥിതി അങ്ങനെയാണ് ചുറ്റും കാണുന്നത്. നമ്മൾ CPM-നെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ CPM-ന്റെ നയങ്ങളെ ഇത് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിന് ഏറ്റവും അധികം കുറ്റപ്പെടുത്തേണ്ടത് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെയാണ്. നാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ എളുപ്പവഴിയിൽ ക്രിയേറ്റ് ചെയ്യാനായി ശ്രമിച്ച് ഉത്തരം തെറ്റിപ്പോകുന്ന ആ രീതിയാണ് അദ്ദേഹത്തിന്റെ. കാരണം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അധികാരത്തിൽ നിലനിർത്താനും അധികാരത്തിൽ എത്താനും കണ്ട എളുപ്പ വഴിയാണ് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ വളരെ അന്ധമായ ആ പ്രീണനം തന്നെയാണ് ചിലയിടങ്ങളിൽ ഒരു പക്ഷേ അത് ഗുണം ചെയ്തിട്ടുണ്ടാവാം അവർക്ക്. എങ്കിൽ പോലും ഭൂരിപക്ഷ സീറ്റുകളിലും അത് തിരിച്ചടിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നിരാശരായിരിക്കുന്നത് സാധാരണക്കാരായ വോട്ടർമാരും ജനങ്ങളെക്കാട്ടി കൂടി പാർട്ടി പ്രവർത്തകരും കൂടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ പല ആൾക്കാരോടും സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് മൊത്തത്തിൽ ഒരു വലിയ നിരാശ ഇതുണ്ടായിട്ടുണ്ട്. പ്രീണനം മാത്രമല്ല വിഷയം, അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ തോതിൽ ജനങ്ങൾക്ക് നിരാശയുണ്ടായിട്ടുണ്ട്. അതൊരു ഭരണവിരുദ്ധ വികാരമാണ്. പക്ഷെ ഇതിനകത്ത് രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ഷിഫ്റ്റ് നടക്കുകയാണ് കേരളത്തിൽ. ആ ഷിഫ്റ്റിന് ഇപ്പോൾ UDF, നേരത്തെ കുമാർ പറഞ്ഞു UDF ആണ് മുൻതൂക്കം എല്ലാവരും പ്രവചിക്കുന്നതെന്ന്. ശരിയായിരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് BJP-യിലേക്കുള്ള ഒരു ഷിഫ്റ്റിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ ബിറ്റ്വീൻ അറേഞ്ച്മെൻറ്റ് മാത്രമായിരിക്കും അതെന്ന്. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ ഭയങ്കര അതിശയോക്തിയായിട്ടൊക്കെ തോന്നാം. പക്ഷേ ബംഗാളിനെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ 2 ടേമിന് മുമ്പ് വന്നു. മമതാ ബാനർജി ആദ്യമായി അധികാരത്തിൽ വന്നെങ്കിൽ അതിനുശേഷം മമതാ ബാനർജി അവരുടെ സീറ്റ് കുറയുന്നതാണ് നമ്മൾ നിയമസഭയിൽ കുറയുന്നതാണ്. ഓരോ നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോഴും ആ സീറ്റ് കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലോക്സഭാ ഇലക്ഷനിലും മമതാ ബാനർജിയുടെ ജനപ്രീതി കുറയുന്ന കാഴ്ചയാണ്. അതേസമയത്ത് മറുവശത്ത് BJP-യുടെ സീറ്റ് ക്രമാനുഗതമായി വർദ്ധിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ആ ട്രെൻഡ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി BJP-യുടെ കയ്യിലിരിക്കും ബംഗാൾ. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലും അതുപോലെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണോ ഇത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു? ഈ മതവിഭാഗത്തെ അമിതമായി പ്രീണിപ്പിക്കുന്ന ആ ഒരു വിഷയമെടുത്താൽ ഇത്തരത്തിലുള്ള കക്ഷികൾ, CPM-നെ പോലുള്ള കക്ഷികൾ മുസ്ലിം മതവിഭാഗത്തെ ഈ BJP ഒരു ഹിന്ദുത്വ പാർട്ടിയാണെന്നും BJP ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ഭാരതത്തെ എന്നുമൊക്കെ പറയുകയും ഞങ്ങളാണ് അവരെ ഏറ്റവും അധികം എതിർക്കുന്നത്, BJP വിരുദ്ധ മസിൽ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് നേരിട്ട് സമ്മതിക്കുകയാണ്. അങ്ങനെ സമ്മതിച്ച എല്ലാ പാർട്ടികൾക്കും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമായാൽ ഒരു തിരിച്ചടി കിട്ടിയിട്ടില്ലേ? ഈ പറയുന്ന ബംഗാളിലെ മമതയ്ക്ക് തീർച്ചയായിട്ടും ഈ ന്യൂനപക്ഷങ്ങളെ, സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യര്, അവർ ന്യൂനപക്ഷം ആയതുകൊണ്ട് മാത്രം അവരെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവരെ യഥാർത്ഥത്തിൽ വലിയ തോതിൽ അവരെ ഭീതിയിലാഴ്ത്തി അവരെ ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയത് ഇവിടുത്തെ ഈ പറയുന്ന സോ കോൾഡ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ്. BJP വരുന്നു, നിങ്ങൾക്കത് വലിയ അപകടമാകാൻ പോകുന്നു, നിങ്ങൾക്കിനി ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ. ഇതാണ് ലൈന്. ആ ലൈൻ തെറ്റാണ് എന്ന് കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് BJP തന്നെ തെളിയിച്ചിട്ടുണ്ട്. അവരങ്ങനെ അവകാശവാദമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു വെൽഫെയർ സ്കീമിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, അത് കേരളത്തിൽ നോക്കിയാൽ കേരളത്തിൽ പ്രത്യേക മതവിഭാഗങ്ങൾക്കൊക്കെ വെൽഫെയർ സ്കീംസ് ഉണ്ട്. അങ്ങനെ ഒരു സ്കീം പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. എല്ലാ വെൽഫെയർ സ്കീം, അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടായാലും യുവാക്കൾക്ക് വേണ്ടിയിട്ടായാലും കർഷകർക്ക് വേണ്ടിയിട്ടായാലും ചെറുകിട ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടായാലും എല്ലാ സ്കീമുകളിലും അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെയുള്ള പരിഗണനയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്ത് പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റും? എത്ര കാലം പേടിപ്പിക്കാൻ പറ്റും? അതാണ് ചോദ്യം. ഈ കണക്കുകളിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. അതായത് ഈ BJP-യുടെ ഒരു സ്റ്റൈൽ ഓഫ് ക്യാമ്പയിനിങ്, അതിൻ്റെ ഒരു കണിശത, അതൊക്കെ ഈ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ബീഹാറിലും ഒറീസയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഒക്കെ BJP നടത്തിയ പ്രവർത്തനങ്ങൾ. ആന്ധ്രയിൽ നമുക്കറിയാം വളരെ കൃത്യമായ സമയത്ത് തന്നെ അലയൻസ് വരുന്നു ആന്ധ്രയിലും ബീഹാറിലും. അതുപോലെ തന്നെ ഒറീസയിൽ അത്തരത്തിലൊരു അലയൻസിന് ശ്രമിക്കുന്നു, അത് പരാജയപ്പെടുന്നു. പിന്നീട് BJP-യുടെ ഒരു പ്രത്യേക ഓപ്പറേഷൻ, ഇതെല്ലാം ഒരു കൃത്യമായ ഒരു രീതിയിലേക്ക് തന്നെ പോകുന്നു എന്ന് തെളിയിക്കുന്നതല്ലേ ഈ കണക്കുകൾ? സിജു, പ്രാദേശിക സഖ്യങ്ങൾ ഉണ്ടാക്കുക എന്നത്
BJPയുടെ നേരത്തെ തന്നെയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. ഒരു അടവ് നയം എന്ന് വേണമെങ്കിൽ നമുക്കത് സൂചിപ്പിക്കാവുന്നതാണ്. നമുക്ക് ഓരോ സംസ്ഥാനങ്ങൾ എടുത്താലും അവിടുത്തെ പ്രാദേശികമായി ശക്തരായി നിൽക്കുന്ന കോൺഗ്രസ് ഇതര കക്ഷികളുമായി ചേരുന്നത് അവരുടെ BJPയുടെ ഒരു തന്ത്രമാണ്. ആ ഒരു തന്ത്രം തന്നെയാണ് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും. തെക്കേ ഇന്ത്യയിലാണെങ്കിൽ പോലും, അതുപോലെ തന്നെ ബംഗാളിലും ഒഡീഷയിലും ത്രിപുരയിലും അല്ലെങ്കിൽ ഈസ്റ്റേണിലും ഒക്കെ BJP പ്രയോഗിക്കുന്നത് ആ രീതിയിലാണ്. പക്ഷേ ഇതിന്റെ ഈ എക്സിറ്റ് പോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പ്രാദേശികമായ ഇതുപോലെയുള്ള ചെറിയ പാർട്ടികളെ എല്ലാം മറികടന്നുകൊണ്ട് ഒരു ബൃഹത് പാർട്ടിയായി, ഒരു ഓൾ ഇന്ത്യ, ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായി BJP ഉയർന്നു വരുന്നു എന്നുള്ളതിന്റെ പ്രകടമായ ലക്ഷ്യങ്ങളാണ്. നേരത്തെ പറയാറുണ്ടായിരുന്നു സൗത്തിൽ അവർക്ക് സീറ്റില്ല, സൗത്തിൽ അവർക്ക് സ്വാധീനമില്ല, ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ പാർട്ടിയാണ് എന്നൊക്കെ പറയുന്നതിന് ഉപരിയായി അവരുടെ പ്രവർത്തനത്തിലൂടെ അവരുടെ രാഷ്ട്രീയത്തിന് ദ്രാവിഡ ജനതയ്ക്ക് മുന്നിലും, അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഉരുക്കുകോട്ടയായ തമിഴ്നാട്ടിൽ പോലും അതിന് അംഗീകാരം ലഭിക്കുന്നു. ബംഗാള് ഭൂരിപക്ഷം ലഭിക്കുന്നു, ഒഡീഷയിൽ ഭൂരിപക്ഷം ലഭിക്കുന്നു, കേരളത്തിൽ ഭൂരിപക്ഷം ലഭിക്കുന്നു. ഇങ്ങനെ BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് പാൻ ഇന്ത്യ എല്ലാ സംസ്ഥാനങ്ങളിലും അംഗീകാരം ലഭിക്കുന്നു. ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായി വരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പാർട്ടിയായി രാജ്യം, നമ്മൾ പറയാറുണ്ട് ദേശീയ പാർട്ടി എന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കാവുന്ന രീതിയിലേക്ക് വരുന്നു. അതിന്റെ ഒരു ഫലമായി ഉണ്ടാകുന്നത് ഈർക്കിൽ പാർട്ടികളുടെ, നിലവിലുള്ള മുന്നണികളുടെ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി കുറയുകയാണ്. മുന്നണി രാഷ്ട്രീയത്തിന്റെ ഏറ്റവും തിക്തഫലം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എങ്ങനെയാണ് മുന്നണിയിൽ ഇരുന്നു കൊണ്ട് ഒരു രാഷ്ട്രീയത്തെ ദുഷിപ്പിക്കാമെന്നുള്ളത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുന്നണിയിൽ നിന്ന് ഈർക്കിൽ പാർട്ടികളുടെ ബാർഗൈനിങ് പവർ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു പാൻ ഇന്ത്യൻ പാർട്ടി വളർന്നു വരുന്നു. ഈ പാർട്ടിയുടെ രാഷ്ട്രീയമായിരിക്കും ഇനിയുള്ള വർഷങ്ങളിൽ ഇനി മുന്നോട്ട് കാണാൻ പോകുന്നത് എന്ന് തോന്നുന്നു. അതുതന്നെയായിരിക്കണം BJPയുടെ ക്യാമ്പയിനിങ്ങിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ. ഇതിൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒഡീഷയുടെ ഉദാഹരണമാണ്. ഒഡീഷയിലെ കോൺഗ്രസ് കംപ്ലീറ്റ് വാഷ് ഔട്ട് ആവും. കാരണം ഒഡീഷയിൽ ബിജു ജനതാദളും BJP ഒരുമിക്കാൻ പോകുന്നു എന്ന് മാസങ്ങൾ മുമ്പ് വീഡിയോ ചെയ്ത ആളാണ് ഞാൻ. പക്ഷെ അന്ന് ഞാൻ കരുതിയത് തെറ്റാണ് എന്നാണ് പിന്നീട് BJPയുടെ അവിടുത്തെ ഒഡീഷയിലെ രാഷ്ട്രീയ മാനേജ്മെന്റ് തെളിയിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയും BJDയും ഒരുമിച്ചല്ല അവിടെ മത്സരിച്ചത്, രണ്ടായിട്ടാണ് മത്സരിച്ചത്. അവർ രണ്ടായിട്ട് മത്സരിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇവർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ലാതാവുമെന്നാണ്. പക്ഷേ അതിനപ്പുറം വേറൊരു സത്യം അവിടെയുണ്ട്. അതായത് ഇവർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ BJD കഴിഞ്ഞ 2-3 ടേമായിട്ട് ഒഡീഷ ഭരിക്കുന്ന പാർട്ടിയാണ് ബിജു ജനതാദൾ, നവീൻ പട്നായിക്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രശ്നം അത് BJPയെയും കൂടെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് ഒരു പക്ഷേ ഇത് രണ്ട് കൂട്ടരും കൂടി സൗഹൃദ മത്സരമാക്കി മാറ്റിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഫലം ഇപ്പോൾ എക്സിറ്റ് പോളിൽ വളരെ വ്യക്തമാണ്. കോൺഗ്രസ് അവിടെ വാഷ് ഔട്ട് ആകാൻ പോവുകയാണ്. മാക്സിമം പോയാൽ 1 സീറ്റാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസ്സിന് പറയുന്നത്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ്, സമകാലീന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് BJPക്ക് അവിടെ എത്ര ഫ്ലെക്സിബിളായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഒഡീഷ ഉണ്ടാകാൻ പോകുന്നത്. ഒഡീഷയുടെ ഉദാഹരണം എനിക്ക് തോന്നുന്നു കേരളത്തിനും ബാധകമാണ്, തമിഴ്നാടിനും ബാധകമാണ്. തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്? DMK പാർട്ടികളുമായുള്ള സഖ്യം വേണ്ടെന്ന് വെച്ച് ഒരു പക്ഷേ ഫലം, നമ്മൾ ഈ തമാശക്ക് പറയേണ്ട ഫലം അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, എണ്ണം പറയണ്ടെന്ന് പറഞ്ഞത് ഒരു പക്ഷേ വളരെ ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷനാണ്. ഒരു കാര്യം സിജു വളരെ വ്യക്തമാണ്, തമിഴ്നാടും കേരളവുമാണ് അല്ലെങ്കിൽ ഇനിയും മുമ്പോട്ടുള്ള 5 വർഷങ്ങളിൽ BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പിന്റെ ഫുൾ അറ്റൻഷൻ കിട്ടാൻ പോകുന്ന 2 സംസ്ഥാനങ്ങളാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഉത്തരേന്ത്യൻ ബനിയ പാർട്ടി എന്നുള്ളതിൽ നിന്ന് ആദ്യം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഉത്തരേന്ത്യൻ കച്ചവടക്കാരുടെ പാർട്ടി, ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമുള്ള പാർട്ടി. പിന്നീടാണ് അത് മറ്റ് പശ്ചിമ മേഖലയിലേക്ക് വ്യാപകമായി
BJPയുടെ സംഘടനാ സംവിധാനം വന്നത്. ഗുജറാത്തൊക്കെ ഇപ്പോൾ BJPയുടെ സ്വന്തമാണ്. എല്ലാ അർത്ഥത്തിലും ഗുജറാത്തിലൊന്നും എക്സിറ്റ് പോൾ പോലും നടത്തേണ്ട ആവശ്യമില്ല. പിന്നീട് നോർത്ത് ഈസ്റ്റ് മേഖലയിലേക്ക് മാറി. നോർത്ത് ഈസ്റ്റ് മേഖലയിലും BJPയുടെ പ്രഭാവം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ അരുണാചൽ പ്രദേശൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിൽ കർണാടകം ഉണ്ടായിരുന്നു, ഗോവയുണ്ട്. അപ്പോൾ ഇതിനപ്പുറം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൂടി തീർച്ചയായിട്ടും BJPയുടെ ഒരു പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സംഭവവികാസങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. BJP ഈ അവർക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിലേക്ക് കടന്നു കയറുക, സർക്കാർ ഉണ്ടാക്കാൻ പോലും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ പോലും സർക്കാർ ഉണ്ടാക്കുക, ഇതിലൊക്കെ ഒരു ഹരം കാണുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. തെക്കേ ഇന്ത്യ അവർ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നു, അവരത് പിടിച്ചെടുക്കുന്നു. തെക്കേ ഇന്ത്യയിൽ സീറ്റ് കൂടുതൽ കിട്ടുമെന്ന് തന്നെയാണ് ഈ ഏറ്റവും പുതിയ കണക്കുകൾ പോലും സൂചിപ്പിക്കുന്നത്. അതിലും രസകരമായ ഒരു കാര്യമാണ് തെക്കേ ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ടു. അത് കർണാടകയിൽ ഭരണം നഷ്ടപ്പെടുന്നു, തെലങ്കാനയിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്നിട്ട് പോലും ആ സംസ്ഥാനങ്ങളിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടാൻ BJPക്ക് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മൾ നമ്മുടെ വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്ക് വളരെ കൃത്യമായിട്ട് ഏത് ഇലക്ഷനിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ആപ്പിനെ ദില്ലിയിൽ ജയിപ്പിച്ച അതേ വോട്ടർമാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റിലും BJPയെ ജയിപ്പിച്ചത്. അത് വളരെ കൃത്യമാണ്. പക്ഷേ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ കേരളത്തിലേക്കും വ്യാപിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കേരളത്തിൽ വലിയൊരു അടിയൊഴുക്ക് ഈ ഒരു BJPക്ക് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. 100%. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയണം. അത് പ്രേക്ഷകർക്കും 4-ാം തീയതി കഴിയുമ്പോൾ അത് ബോധ്യമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. BJPക്ക് അനുകൂലമായി ഒരു വലിയ നിശബ്ദ തരംഗം കേരളത്തിലുണ്ട്. അത് ഏത് അർത്ഥത്തിൽ എത്ര സീറ്റുകളിൽ പ്രതിഫലിക്കും എന്നുള്ളത് നമുക്കിനിയിപ്പോൾ 2 ദിവസത്തെ കാര്യമേ ഉള്ളൂ. നമുക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ഒരു ഫാക്ടർ വർക്ക് ചെയ്തിരുന്നെങ്കിലും പക്ഷെ പ്രകടമായിരുന്നില്ല. ഇത് ഇപ്രാവശ്യം വളരെ കൂടുതലാണ്. വളരെ പറയാനും ഇപ്പം തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. മോദിയെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ഇപ്പം ജാതി പറയരുത് എന്ന് നമ്മൾ മുദ്രാവാക്യം ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ട് ജാതി പറഞ്ഞുകൂടാ എന്ന് ഒരാൾ നമ്മുടെ മലയാളത്തിൽ തന്നെ പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് ജാതി പറഞ്ഞുകൂടാ എന്ന് പറയുന്നത് പോലെ തന്നെ മോദിയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് അവഗണിക്കുക അല്ലെങ്കിൽ അതിനെ കണക്കാക്കുകയോ ചെയ്യേണ്ട, അങ്ങോട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും കേരളത്തിൽ അപ്രസക്തമാണ് എന്ന് പറഞ്ഞിടത്തുനിന്ന് ഇപ്പൊ ഓരോരുത്തരുടെ ചങ്കിടിപ്പ് ഇന്നിപ്പോ രാവിലെ AK ബാലന്റെ ശരീരഭാഷ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ഒരു പക്ഷേ സുരേഷ് ഗോപി ജയിച്ചാൽ അത് കോൺഗ്രസ് കാരണമാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വളരെ വ്യക്തമാണ്. എനിക്ക് ഇതിനകത്ത് ഈ ക്യാമ്പയിനിനിടയിൽ നടന്ന 2 കാര്യം കൂടെ പറയാം. ഒന്ന്, BJPക്ക് ഒരു അപകടകരമായ രീതിയിൽ സൊസൈറ്റിയിൽ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു രാഷ്ട്രീയ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി സമൂഹത്തിലാകെ അരാജകത്വം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പണ്ടും നടന്നിട്ടുണ്ട്. പലർക്കും ഓർമ്മയുണ്ടാവും നേരത്തെ മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രക്ഷോഭങ്ങളും രാജ്യത്തുണ്ടായ പ്രശ്നങ്ങളും. ഈ BJP സർക്കാരിൻ്റെ അധികാരത്തിൽ ഇരുന്ന സമയത്ത് തന്നെ കർഷക സമരത്തിൻ്റെ പേരിൽ രാജ്യത്ത് നടന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ. ഈ ക്യാമ്പയിനിലും സമാനമായ മറ്റൊരു ആയുധം പ്രതിപക്ഷ മുന്നണി പ്രയോഗിച്ചത് കാസ്റ്റ് സെൻസസ് ആണ്, ജാതി സെൻസസ് ആണ്. അത് ഒരു പക്ഷേ വലിയ ഡിവൈഡ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരുന്നു. അതിനപ്പുറം മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ സ്വത്തിൻ്റെ നിർണയത്തെക്കുറിച്ച് BJP അതൊരു വലിയ വിഷയമാക്കി എടുത്ത് പ്രതിപക്ഷ മുന്നണിക്ക് വലിയൊരു പ്രഹരമേൽപ്പിക്കാൻ അത് സാധിച്ചിട്ടുണ്ട്. അതുപോലെ മുസ്ലിങ്ങൾക്ക് വിഭവങ്ങളിൽ ആദ്യ അവകാശം എന്നുള്ള വിഷയം BJPക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാസ്റ്റ് സെൻസസ് എന്നുള്ള ഈ പ്രചരണ ആയുധത്തിൻ്റെ ഭീഷണി NDA മുന്നണിക്ക് മറികടക്കാനായത് അതൊരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ അതൊരു വലിയ വിഷയമായി മാറിയതിനെയും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ കാസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് വലിയ വിഷയമായതിനെ. പക്ഷേ സ്വന്തം സംഘടനാ സംവിധാനം കൊണ്ടും പ്രവർത്തനം കൊണ്ടും BJP അതിനെയും അതിജീവിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ തകർന്നടിയുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ തലയെടുപ്പോടുകൂടി പറഞ്ഞിരുന്നത് കേരളത്തിലെ അവരുടെ സംഘടനാ സ്വാധീനം ചൂണ്ടിക്കാട്ടിയാണ്. പക്ഷെ ഇന്ന്
പാർട്ടി തന്നെ 7 വർഷം തുടർച്ചയായി ഭരിക്ക് തീരുന്ന ആ അവസരത്തിൽ ഇപ്പോൾ പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. BJPയുടെ അല്ലെങ്കിൽ NDAയുടെ വോട്ടിംഗ് ശതമാനവും LDFന്റെ വോട്ടിംഗ് ശതമാനവും തമ്മിൽ 2% വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഈ 7 കൊല്ലം കേരളം ഭരിച്ച ആ ഒരു നേതൃത്വത്തിന് അതിൽ വലിയ പങ്കില്ലേ? നേതൃത്വം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കണക്കുകൾ ശരിയായി വരികയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടോ സിജു? കുമാർ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ഭരിക്കാൻ അനുവദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. ഒരു പക്ഷേ അത് നമ്മൾ ഇവിടുത്തെ കാര്യം മാത്രമല്ല, അത് കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ തന്നെ ഉള്ളതാണ്. അവരെ സ്വതന്ത്രമായി ഭരിക്കാൻ അനുവദിച്ചാൽ മതി, ആ പാർട്ടി തനിയെ ഇല്ലാതായിക്കോളും എന്നുള്ളത്. അത് നമ്മൾ ബംഗാളിൽ കണ്ടു, ത്രിപുരയിൽ കണ്ടു, ഒഡീഷയിൽ കണ്ടു, ഇന്ത്യയിൽ അവർ അധികാരത്തിലിരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കണ്ടു. അതുപോലെ തന്നെ വിദേശത്തും അവരുടെ ചരിത്രം അതാണ്. അവിടെ നിന്നാണ് നമ്മൾ ആ പാഠം ഉൾക്കൊള്ളുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ധനിയാവർത്തനം തന്നെയല്ലേ ഇത്? നമുക്ക് വേണ്ടി സംശയിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോഴും പരാജയത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കാരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലുന്നില്ല. ഒരു പക്ഷെ പുറത്തു പറയാത്തതാണെങ്കിൽ പോലും ആ ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നില്ല. ഇപ്പോഴെങ്ങനെയാണ് ആ പാർട്ടിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലെ പ്രസ്താവനകളിലൂടെ അറിയാം. എല്ലാം നേതാവിനെ വേണ്ടി മറച്ചു വെക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പുതിയ തിയറികൾ ഉണ്ടാക്കുകയോ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. സിജു, ഇത് ഈ പറയുന്ന പോലെ വ്യക്തി ആരാധനയാണ്. ഇപ്പോ അതെ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയപ്പോ ചിലരെങ്കിലും ആ പാർട്ടിക്കുള്ളിൽ തന്നെ നമ്മളോട് ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, അദ്ദേഹം ഭയങ്കര കർക്കശക്കാരനാണ്, അദ്ദേഹം പാർട്ടി തത്വങ്ങൾ വിട്ടൊന്നും മാറില്ല, അദ്ദേഹം സർക്കാരിനെ വരച്ച വരയിൽ നിർത്തുന്നു. ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹവും ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ന്യായീകരണം കണ്ടെത്താനുള്ള സിദ്ധാന്തങ്ങൾ അദ്ദേഹം തന്നെ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ കാര്യം. പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാലും CPMന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോ അല്ലെങ്കിൽ ചിന്തയോ എനിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൂർണ്ണമായും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള, അതുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു നിലയിലാണ് ഇപ്പോൾ ഈ പറയുന്ന നേതൃത്വം. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ, പാർട്ടി വർക്കേഴ്സിനിടയിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട്, ചിന്തകളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവർക്കറിയില്ല. നമ്മളുടെ മാധ്യമപ്രവർത്തകരെ പോലാണ് മലയാളത്തിലെ മാധ്യമപ്രവർത്തകർ സ്റ്റുഡിയോയിൽ ഇരുന്ന് പടച്ചുവിടുന്നത് എന്തൊക്കെയാണ് എന്ന്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ അവർ BJPക്ക് എതിരായിട്ട് പറയും, അല്ലെങ്കിൽ വേറെ പാർട്ടിക്ക് എതിരായിട്ട്, അത് രാഷ്ട്രീയമാണ്, അതിന് മനസ്സിലാക്കാം. പക്ഷേ നിഷ്പക്ഷരെന്ന സ്വയം മേലങ്കി അണിഞ്ഞിട്ട് അത്തരം ഒരു നാട്യത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ 2 മാസമായി രാഷ്ട്രീയ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ മാധ്യമപ്രവർത്തകരെയും കാണണം. ഇവരും പൂർണ്ണമായിട്ട് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ്. അങ്ങനെ 2 കൂട്ടർ ഇവിടെ ഉണ്ട്. CPMന്റെ നേതാക്കന്മാരും ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മോദി ഭക്തരായി മാറിയ ചാനൽ മേധാവിമാരും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ ഉണ്ടോ? അങ്ങനെ ആരെയും ഞാൻ കണ്ടില്ല. എല്ലാവരും ഭക്തരൊന്നും ആവണം. അത് ഈ പറയുന്ന പോലെ പണ്ട് LK അദ്വാനി പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥ കാലത്ത് മുട്ടിൽ നിൽക്കാൻ പറ്റപ്പോ നിലത്ത് എഴയുന്ന കാഴ്ച കണ്ടു എന്ന് പറഞ്ഞു. ആ ഭക്തരൊന്നും ആവണ്ട. പക്ഷെ അറ്റ്ലീസ്റ്റ് രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ, ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അതനുസരിച്ച് വോട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഇല്ലാതാക്കി, അതിനെ കള്ളക്കഥകൾ കൊണ്ട് അതിനെ മറച്ചു വെക്കാൻ ഈ സ്റ്റുഡിയോ ഫ്ലോർ ഉപയോഗിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതെങ്കിലും ചെയ്യാതിരുന്നൂടെ? നിഷ്പക്ഷമായിട്ട് ഇവർക്ക് അവതരിപ്പിച്ചുകൂടെ കാര്യങ്ങൾ? വളരെ കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ് ഇവർ ഈ പറയുന്ന നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. അതിലാണ് പ്രശ്നം. ചാനൽ മാത്രമല്ല, പത്രങ്ങളോ അല്ല, ചാനലായാലും പത്രങ്ങളെ ഇപ്പൊ ജന്മഭൂമിയും ദേശാഭിമാനിയും പറയുന്നത് പാർട്ടി പത്രങ്ങളെ മാറ്റി നിർത്താം. മറ്റുള്ളവരുടെ ഇപ്പോൾ ഒരു പ്രമുഖ പത്രത്തിൽ ഒരു കോളമുണ്ട്, എനിക്ക് തോന്നുന്നു 7ാം പേജോ മറ്റോ ആണ്, കഴിഞ്ഞ 10-60 ദിവസങ്ങളായിട്ട് നമ്മൾ കാണുകയാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എത്ര കൃത്യമായ അജണ്ടയോടുകൂടിയാണ് അവർ വാർത്തകൾ ഇങ്ങനെ അതിൽ കൊടുക്കുന്നത്. പിന്നെ ഹെഡ്ലൈനിൽ പോലും അത് തന്നെയാണ്, എങ്ങനെയും മോദിയെ താഴെ ഇറക്കുക, അതല്ലാതെ മറ്റ് യാതൊരു അജണ്ടയില്ല. ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സോക്കോൾഡ് മാധ്യമങ്ങളെ, അതായത് പത്രങ്ങളാവട്ടെ ചാനലുകളാവട്ടെ, ഇവരെല്ലാം അന്ധമായി വിശ്വസിക്കുന്ന ഒരു ജനത അല്ലെങ്കിൽ ജനങ്ങളുടെ കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ
പത്രങ്ങളെ അല്ല വിശ്വസിക്കുന്നത്. കാരണം ഒരു പത്രം മാത്രമല്ല ഒരു മാധ്യമം മാത്രമല്ല അവർ കാണുന്നത്. അവർ സോഷ്യൽ മീഡിയയിൽ വരുന്ന അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടുന്ന എല്ലാ മാധ്യമങ്ങളിലെയും അവർ വിസിറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള എല്ലാ ആംഗിളിലുമുള്ള വാർത്തകൾ അറിയാനും അവരുടേതായ ഒരു വീക്ഷണത്തിൽ കൊണ്ടുവരാനും അവർക്ക് സാധിക്കുന്നുണ്ട്. ഇത് വളരെ ശുഭോദർഗമായ ഒരു കാര്യമാണ്. തീർച്ചയായും നമ്മുടെ ഇന്നലത്തെ എക്സിറ്റ് പോളുകൾ പല തരത്തിലുള്ള ചർച്ചകൾക്കും വിവിധ ആംഗിളിലുള്ള വീക്ഷണങ്ങൾക്കും സാധ്യത നൽകുന്നതാണ്. 2 ദിവസത്തിനകം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വരാനിരിക്കുന്നു. തീർച്ചയായും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ഈ രാജ്യത്തിന്റെ ആരായിരിക്കും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണാധികാരി ആരാണെന്ന് തീർച്ചപ്പെടുത്താൻ അവരുടെ നേരിട്ട് അറിയാനുള്ള കാരണം. അതിനുവേണ്ടി തത്വമയി അതിന്റെ തത്സമയ സംപ്രേഷണം തുടരും. അന്നത്തെ ദിവസം രാവിലെ മുതൽ അതിന്റെ തത്സമയ സംപ്രേഷണം ഈ ഉണ്ടായിരിക്കും. പറഞ്ഞ ആൾക്കാരുടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊളിച്ചെടുക്കാനുള്ള അവസരം കൂടിയാണ് 2 ദിവസം കഴിയുമ്പോൾ. തീർച്ചയായും ഇനി എന്തായാലും ഈ അവസാന നിമിഷം വരെ ഉരുണ്ട് കളിക്കാനുള്ള രാഷ്ട്രീയപ്പടയുടെ അവകാശത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. പക്ഷേ മാധ്യമപ്പടയ്ക്ക് അതിലെന്ത് അവകാശം എന്നാണ് ഞങ്ങളും പ്രേക്ഷകരും ചോദിക്കുന്നത്. നമസ്കാരം. നമസ്കാരം.